എവിടെയായിരുന്നു? അവിടെ. അവിടെ എന്ന് പറഞ്ഞ അവിടെ ജയന്തി ചേച്ചി. നിന്റെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്ത് കള്ളത്തരം? ജയന്തി ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. എന്താ നിന്റെ കയ്യില്? ഒന്നുമില്ല. ഒന്നുമില്ലേ? കാണിച്ചേ. ഇതെവിടുന്ന ഈ പൂവ്? അവിടുന്ന് കിട്ടിയതാ. എവിടുന്ന്? കളഞ്ഞു കിട്ടിയതാ. കളഞ്ഞു കിട്ടിയതാണെങ്കി എന്തിനാ ഞാൻ കാണാതെ മറച്ചു വെച്ചത്? പറ സൗസു. വെറുതെ. നിനക്ക് കള്ളം പറയാൻ അറിയില്ല സൗസു. കള്ളം പറയുമ്പോ നിനക്ക് ചിരി വരും. ഇപ്പോഴും നിന്റെ മുഖത്തെ ചിരിയുണ്ട്. ജയന്തി ചേച്ചിയോട് കള്ളം പറയാൻ എനിക്ക് കഴിയില്ല. ഇതെനിക്ക് അയാള് തന്നതാ. ആര്? അയാള്. അയാളെന്ന് പറഞ്ഞ? നന്ദൻ. നന്ദനോ? നന്ദൻ എന്തിനാ നിനക്ക് ഈ പൂ തന്നത്? ലവ്. ലവോ? നിനക്ക് നന്ദനോട് ലവോ? ഇതെപ്പോ തുടങ്ങി? എനിക്കല്ല, നന്ദന്. എനിക്കിഷ്ടാ. നിന്നോട് ലവ് ആണെന്ന് നന്ദൻ പറഞ്ഞോ? ഐ ലവ് യു ഡാർലിംഗ് എന്ന് പറഞ്ഞോണ്ടാ നന്ദൻ എനിക്ക് പൂ തന്നത്. ഞാനിത് വിശ്വസിക്കില്ല. ദേ പാറു വരുന്നു. വിശ്വാസം വരുന്നില്ല. ഈ പാറുണ്ടോ ചോദിച്ചു നോക്കാം. നന്ദൻ ഇതെനിക്ക് തരുമ്പോ പാറു ഇവിടെ ഉണ്ടായിരുന്നു. പാറു, ഇതെനിക്ക് നന്ദൻ തന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ട് ജയന്തി ചേച്ചി വിശ്വസിക്കുന്നില്ല. പാറു തന്നെ പറഞ്ഞു കൊടുക്ക്. ആണോ പാറു? ഇത് ഇവൾക്ക് നന്ദൻ കൊടുത്തതാണോ? കൊടുക്കുന്നത് നീ കണ്ടോ? നന്ദൻ ഇവളോട് പ്രേമമാണോ? സൗസു തെറ്റിദ്ധരിച്ചാണെന്ന് പറഞ്ഞാ അത് നിനക്കെങ്ങനെ അറിയാന്ന് സൗസു ചോദിക്കും. എനിക്ക് തരാനാ നന്ദനി പൂ കൊണ്ടുവന്നെന്ന് എനിക്ക് തുറന്നു പറയാനും പറ്റില്ല. പാറു, നീ എന്താ ഒന്നും പറയാത്തത്? നീ കണ്ടത് ജയന്തി ചേച്ചിക്ക് പറഞ്ഞു കൊടുക്ക്. ഐ ലവ് യു ഡാർലിംഗ് എന്ന് പറഞ്ഞോണ്ടല്ലേ നന്ദൻ എനിക്ക് പൂ തന്നത്. നീ പറഞ്ഞാലേ ജയന്തി ചേച്ചി വിശ്വസിക്കൂ. സൗന്ദര്യ, അത് പറഞ്ഞു കൊടുക്ക് പാറു. നന്ദൻ ഈ പൂവ് ഇവൾക്ക് കൊടുക്കുന്നത് നീ കണ്ടോ പാറു? അവൻ ഇവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞോ? പറഞ്ഞോന്ന് പറ പാറു. സൗന്ദര്യ, ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കൊന്നും ചെയ്യരുത്. നന്ദന് നിന്നോട് പ്രേമൊന്നുമില്ല. എന്നോട് പ്രേമം ഇല്ലേ? എന്നോട് പ്രേമില്ലാന്നിട്ടാണോ നന്ദൻ എനിക്ക് പൂ തന്നത്? എന്നോട് ഐ ലവ് യു ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞത്? പക്ഷെ സൗന്ദര്യ, നിനക്കിപ്പോ എന്നെയും ജയന്തി ചേച്ചിയും പ്രേം ചേട്ടനൊന്നും ഇഷ്ടമല്ലല്ലോ. ഞങ്ങളാരും സന്തോഷിക്കരുതെന്നല്ലേ നിന്റെ മനസ്സില്? അതുകൊണ്ടല്ലേ നന്ദൻ എന്നെ പ്രേമിക്കുന്നത് കണ്ടിട്ടും അയാൾക്ക് എന്നോട് പ്രേമൊന്നുമില്ലെന്ന് നീ പറഞ്ഞത്? എനിക്കറിയാം നന്ദൻ എന്നോട് പ്രേമം തന്നെയാ. പറ പാറു, ശരിക്കും എന്താ ഉണ്ടായത്? ഞാനൊന്നും പറയുന്നില്ല ജയന്തി ചേച്ചി. പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ. എല്ലാവർക്കും എന്നെ കുറ്റക്കാരിയാക്കാനല്ലേ താല്പര്യം? എല്ലാരും പറയുന്നത് ഞാൻ കേട്ടു നിന്നോളാം. എന്നെ കൊണ്ട് അതിനല്ലേ കഴിയൂ. ഇതാ നിന്റെ പ്രശ്നം. അവിടെ എന്താ നടന്നെന്ന് നിനക്കറിയാം. അതുകൊണ്ടാ നന്ദന് സൗസുനോട് പ്രേമമൊന്നും ഇല്ലെന്ന് നീ പറഞ്ഞത്. പക്ഷേ അവിടെ എന്താ നടന്നെന്ന് പറയാൻ നീ തയ്യാറാവുന്നില്ല. പ്രിയന്റെ കാര്യത്തിൽ നീ ഇത് തന്നെയാ ചെയ്തോണ്ടിരിക്കുന്നെ. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ നീ അത് തുറന്നു പറയുന്നില്ല. എത്ര ചോദിച്ചിട്ടും തുറന്നു പറയുന്നില്ല. എനിക്കാരെയും ഒന്നും ബോധിപ്പിക്കാനില്ല ജയന്തി ചേച്ചി. സൗസു ഒരു പാവ. അവള് വിഷമിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് ആ പൂവ് നന്ദന്റെ പ്രണയ സമ്മാനമല്ലെന്ന് ജയന്തി ചേച്ചി അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പാറു, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഗന്ധർവനെ കുറിച്ചല്ലേ? എനിക്ക് അതിനെ കുറിച്ച് പറയാനും കേൾക്കാനും താല്പര്യമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? ഗന്ധർവനെ കുറിച്ച് പറയുന്നില്ല, രാമനെ കുറിച്ച് പറയാലോ. ശ്രീരാമനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടാവോ? ഞാൻ തമാശ പറഞ്ഞതല്ല, ദേഷ്യം കൊണ്ട് പറഞ്ഞതുമല്ല. നീ അകപ്പെട്ടിരിക്കുന്ന ചതി നിനക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കഥ ഉദാഹരണമായിട്ട് പറയണം. നീ അത് കേൾക്കാൻ തയ്യാറാവുകയും വേണം. സ്വർണമാനിനെ കണ്ട്
അത് ഒറിജിനൽ മാനാണെന്ന് കരുതി ലക്ഷ്മണരേഖയിൽ നിന്ന് പുറത്തു കടന്നതുകൊണ്ട് സീത രാവണന്റെ പിടിയിലായത്. അതുപോലെ വൃത്തികെട്ട മനസ്സുള്ള ആരോ ഒരാൾ നിന്നെയും നോട്ടം വച്ചിട്ടുണ്ട്. സ്വർണമാനായി മാരീജൻ വേഷം കെട്ടി വന്നതുപോലെ ഗന്ധർവനായി വേഷം കെട്ടി വന്നത് അയാളാ. വിശ്വസിക്ക് പാറു, നീ അപകടത്തില്. ഗന്ധർവൻ വൃത്തികെട്ടവനാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിന്നെ സ്നേഹിക്കുന്ന ഒരു ഗന്ധർവനുണ്ട്, നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ഗന്ധർവനുമുണ്ട്. നിന്നോട് വെള്ള ഹാഫ് സാരി ഉടുത്ത് വരാൻ പറഞ്ഞത് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവനാ. നിന്നെ സ്നേഹിക്കുന്ന ഗന്ധർവൻ നിന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല, പറയേയില്ല. നിന്റെ ഈ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായിട്ടില്ല എന്ന്. പക്ഷെ പാറു, നിനക്ക് ഗന്ധർവനോടുള്ള സ്നേഹം ആരോ മുതലെടുക്കുന്നുണ്ട്. ഇത് നീ വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നീ വലിയ അപകടത്തിൽ ചെന്ന് വീഴും. പാറു, മുന്നിന്ന് മാറ്, എനിക്ക് പോണം. നിനക്ക് ഞാനിത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരിക? മുന്നിന്ന് മാറാനല്ലേ പറഞ്ഞത്? പാറു, നീ ആരോടെയോ ചോദിക്കുന്നേ? ആരോടാ ഒച്ച വെക്കുന്നല്ലേ ജയന്തേച്ചി ചോദിച്ചത്? ആരോടാ ഞാൻ ഒച്ച വെക്കുന്നതെന്ന് ജയന്തേച്ചി കണ്ടില്ലേ? എന്തിനാ ഒച്ച വെക്കുന്നതെന്ന് ചോദിക്കേ, അപ്പൊ ഞാൻ മറുപടി പറയാം. ശരി, പറ. പ്രിയനോട് നീ എന്തിനാ ചോദിക്കുന്നത്? ഗന്ധർവൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കത്രേ.